ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഷോർട്സ് ഇട്ടായിരുന്നു കേട്ടോ, കുറച്ച് മുമ്പ് ഇട്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്സ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡാസ്ലറിൻ്റെ വക ഒരു 4 ലിപ് ഷെയ്ഡ് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഷോർട്സും ശരി വലിയ വീഡിയോസും ശരി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് അത് ഗിഫ്റ്റ് കിട്ടിയതെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. നമുക്ക് പിന്നെ ബുദ്ധിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ കണ്ടപ്പോൾ ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു, മെയിൽ അയച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് ഫ്രീ ആയിട്ട് കിട്ടും, അതായത് എത്തിക്കും എന്നുള്ള ഒരു ഇത് കണ്ടായിരുന്നു, യൂട്യൂബ് ഷോർട്സ് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. എങ്ങനെ വിശ്വസിക്കും ഇങ്ങനെ, ബിക്കോസ് അത് റിവ്യൂ ചെയ്യാൻ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരാൾ റിക്വസ്റ്റ് ചെയ്തേക്കുന്നത്, ഇങ്ങനെ ഒരു മെയിൽ അയച്ചായിരുന്നു. അപ്പോൾ ആ മെയിൽ അയച്ചതിൻ്റെ പേരിൽ അവർ കുറച്ച് എന്താ പറയുക കാര്യങ്ങളൊക്കെ ഇൻഫർമേഷനൊക്കെ ഗ്യാദർ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ യൂട്യൂബിലുള്ള ഒരാൾ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് ഞാനും അതിൻ്റെ പുറകെ സഞ്ചരിച്ചു. അപ്പോൾ ഞാൻ എന്താ സഞ്ചരിച്ചതെന്ന് വെച്ചാൽ, അവരെന്താ ചെയ്ത അതായത് അതേപോലെ തന്നെ ഞാനും ഫോളോ ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു മെയിൽ അയച്ചു, നിങ്ങളുടെ പ്രോഡക്റ്റ്സ് എനിക്ക് ഇഷ്ടമാണ്, അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ അയച്ചു. അപ്പോൾ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല കിട്ടും, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യും ഫ്രീ ആയിട്ട് ഒരിക്കലും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബിക്കോസ് അവർക്ക് എന്ന് പറഞ്ഞാൽ കിട്ടി, മേ ബി എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകെ എന്താ പറയുക, ഞാൻ മെയിൽ അയച്ചു കഴിഞ്ഞിട്ട് ഞാനത് വിട്ടു. ഞാൻ നോക്കിയതേ ഇല്ല, ആ ഭാഗത്ത് ചിന്തിച്ച് നോക്കിയതേ ഇല്ല. അത് കഴിഞ്ഞ് ഒരു 2 days കഴിഞ്ഞിട്ട് എനിക്കൊരു റിപ്ലൈ മെയിൽ ഡാസ്ലറിന് വരികയാണ് കേട്ടോ. അന്ന് കഴിഞ്ഞ ശേഷം എനിക്ക് ആകെ എക്സൈറ്റഡ് ആണോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം ഞാൻ ഏട്ടനോടൊക്കെ പറഞ്ഞു, ഏട്ടൻ പറഞ്ഞു ഇല്ല കിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര കളിയാക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ മെയിൽ വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു 4 ഷെയ്ഡ് നിങ്ങൾ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 4 ഷെയ്ഡ് ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ വിട്ടു. അപ്പോഴും ഞാൻ ആ മെയിൽ തുറന്ന് നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, അങ്ങനെ വിട്ടു. ബിക്കോസ് എനിക്ക് ഒരു വിശ്വാസമില്ലായിരുന്നു അത് കിട്ടുമെന്ന്. അത് കഴിഞ്ഞ് ഒരു 2 days കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൊറിയർ ആൾ വിളിച്ചായിരുന്നു. അപ്പോൾ ഡെലിവറി പാർട്ട്ണർ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞത്, എന്താ നിങ്ങൾക്കൊരു ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആകെ അന്തം വിട്ടുപോയി, എന്തായിരിക്കും ആ ഓർഡർ എന്ന അന്തം വിട്ടുപോയി കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ എത്ര പേയ്മെൻറ്റ് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല പേയ്മെൻറ്റ് ഇല്ല, 0 ബില്ലാണെന്ന്. അപ്പോൾ ഒന്നും കൂടെ എക്സൈറ്റഡ് ആയി. നോക്കുമ്പോൾ മേലെ തന്നെ ഡാസ്ലറിൻ്റെ മറ്റേ ആ സാധനം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കിളി പോയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പൊളിച്ചു. അത് ഞാൻ ഷോർട്സിൽ ഇട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊളിച്ച് എല്ലാം കഴിഞ്ഞ ശേഷമുള്ള ഒരു അതായത് 4 ലിപ്സ്റ്റിക്ക്, ഒരു ഐലൈനറും പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ അതിൻ്റെ മുമ്പ് വാങ്ങിയായിരുന്നു കേട്ടോ. അതായത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്, അതിന് ഞാൻ പേ ചെയ്തു കേട്ടോ. അപ്പോൾ ഈ 4 എണ്ണവും പിന്നെ ഒരു ഐലൈനറും ആണ് കേട്ടോ. അതായത് ഐലൈനറും ആണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് റാപ്പ് ചെയ്ത കാര്യങ്ങളും, അതായത് അതിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റ് ബോക്സ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, വേണമെങ്കിൽ ഇതിലും ഇടാൻ ഞാൻ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇട്ട് റിവ്യൂ കാണിച്ചു തരാം എന്ന് നിങ്ങൾക്ക് എത്തിക്കാം, അല്ലെങ്കിൽ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വലിയ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ചുണ്ടെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഐലൈനർ എന്ന് വെച്ചാൽ അടിപൊളി. ഞാൻ ഇപ്പോൾ ഇട്ടേക്കണതും ഈ അടിയിൽ കേട്ടോ, മേലല്ല, അടിയിൽ ഇട്ടേക്കണത് ഈ സംഭവമാണ്. ഡാസ്ലർ വാട്ടർ പ്രൂഫ് ഇങ്ങനെയാണ് കേട്ടോ. അത് അടിപൊളി സാധനമാണ് കേട്ടോ. അതിൽ ബില്ല് എത്രയായിരുന്നു വെച്ചാൽ 200 ആയിരുന്നു. അങ്ങനെ ഈ സാധനം നല്ല പ്രോഡക്റ്റ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. മേലിടുന്നത് കാളും എനിക്കിഷ്ടം ഇതുകൊണ്ട് അടിയിലുള്ളതാണ്. മേലെന്ന് പറഞ്ഞാൽ സാധാ ഒരു 20 rupees അല്ല, 20 അല്ലല്ലോ, 40 rupees ഐലൈനർ, 50 rupees ഐലൈനർ സാധാ നമ്മൾ ഡാസ്ലറിൻ്റെ തന്നെ യൂസ് ചെയ്യില്ലേ. അപ്പോൾ അത് യൂസ് ചെയ്യണതാണ് എനിക്കിഷ്ടം കേട്ടോ. അതാണെങ്കിൽ നല്ല വരയ്ക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ വരയ്ക്കാം, എന്നാലും ഒരു കട്ടിയൊക്കെ വരും. എനിക്ക് കട്ടിയിൽ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാനിത് ഞാൻ താഴെ വരച്ചേക്കണത് ഈ ഒരു സാധനം കൊണ്ടാണ് കേട്ടോ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. എന്താ പറയുക, നല്ല ഇങ്ങനെ ഇതാവുന്നൊന്നുമില്ല. അപ്പോൾ
പുറത്തു പോവുക, അതായത് ഇവിടെ ഒക്കെ ആവുക, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഒരു ഗിഫ്റ്റ്, അതിൻ്റെ ഉള്ളിലുണ്ടായ ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ 5 കേട്ടോ. മിക്കവാറും എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈറ്റ് ഷെയ്ഡ് ഒരിക്കലും ചേരില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും കുറച്ച് ഷെയ്ഡ് ഡിഫറൻസിലാണ് ഞാൻ ഒരു 4 പ്ലസ് ഞാൻ DLC025 ലിപ്സ്റ്റിക്ക്, അതായത് ഞാൻ മുമ്പ് വാങ്ങിയായിരുന്നു. അപ്പോൾ ആ ലിപ്സ്റ്റിക്കും ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇതാ ഞാൻ ആദ്യം ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് പറയട്ടോ. ഞാൻ വാങ്ങിയത് DLC004, പിന്നെ DLC025, അത് ഞാൻ മുമ്പ് വാങ്ങിയതാണ്. പിന്നെ DLC029, പിന്നെ DLC03230. ഈ 4 കേട്ടോ. ഞാൻ ഈ 5, അതായത് ഈ 5 എങ്ങനെയാണ്, അതായത് പിഗ്മെൻറ്റഡ് ലിപ്സിൽ ചേരൂല എല്ലാവർക്കും ഡൗട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് ഇട്ട് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് എന്താ പറയുക അറിയുമല്ലോ എങ്ങനെയാണ് ചേരുകയെന്ന്. ബിക്കോസ് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. ഫ്രീ കിട്ടിയെന്ന് പറഞ്ഞിട്ടല്ല, ബിക്കോസ് ഞാൻ അതിന് മുമ്പ് തന്നെ പേ ചെയ്ത് വാങ്ങിയതായിരുന്നു DLC025 ലിപ്സ്റ്റിക്ക്. അതെന്ന് പറഞ്ഞാൽ ചിലവർ പറഞ്ഞു ഭയങ്കര ബോറാണ്, ഈവൻ സ്മെല്ലൊക്കെ ഉണ്ട്. അത് പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ DLC025 എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ മുഖത്തിൻ്റെ എന്താ പറയുക ഡള്ളാക്കി കളയും. പക്ഷേ എന്താ പറയുക ഭയങ്കര മേക്കപ്പ് അങ്ങനെ ഒന്നും തോന്നില്ല. അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയത്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ഒരു 7 to 8 hours എന്തായാലും നിൽക്കുന്നുണ്ട് എനിക്ക്. ഇത് ഞാൻ ജെന്യൂഡായിട്ട് പറയാണ്, ഒരു 7 to 8 hours എന്തായാലും നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടാവും. ചിലവർ പറയും ഡള്ളായ ഫേസിന് ഇത് ഒരിക്കലും ചേരില്ല എന്ന്. പക്ഷെ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ഷെയ്ഡായിരുന്നു ഫസ്റ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ മേടിച്ച DLC025 ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഞാൻ അതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം DLC025 എല്ലാവരും കണ്ടിട്ടോ. ഈ ഒരു ഷെയ്ഡാണ്. എന്താ പറയുക, ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഓരോ ലിപ്സിന് എന്ത് ഷെയ്ഡ് ഇട്ടാലും ഡിഫറെൻറ്റ് വരുമല്ലോ. അപ്പോൾ അതിന് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു കുഞ്ഞ് കണ്ണാടി എടുത്തിട്ട് ഞാൻ ഇടുകയാണ്. അതായത് ലിപ് ലൈനർ യൂസ് ചെയ്താൽ നല്ലതാണ്. ഇപ്പം ഞാൻ ഇടുന്നില്ല, അപ്പോൾ അതിട്ട് ഒന്നും കൂടെ ഫിനിഷിങ് കിട്ടും. അതുകൊണ്ട് ഞാൻ എന്തായാലും ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടേ ഇടുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമാണ് കേട്ടോ ഇടുന്നത്. കണ്ടോ, എൻ്റെ പിഗ്മെൻറ്റഡ് ലിപ്സ് ആയതുകൊണ്ട് മുഖത്തിനെ ഒന്നും കൂടെ ഡള്ളാക്കി കളയും. പക്ഷെ എന്താ പറഞ്ഞാൽ നമുക്ക് ഓഫീസും കാര്യങ്ങൾ അവിടേക്ക് എന്തായാലും അധികം മേക്കപ്പ് പോകില്ലല്ലോ, ഇട്ടിട്ടൊന്നും പോകില്ലല്ലോ. അപ്പോൾ അതിന് നല്ലതായിരിക്കും. നല്ല അടിപൊളി സാധനമാണ്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഡള്ളാക്കും എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായ ഒരു ലിപ് ഷെയ്ഡാണ് DLC025 കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക. പിഗ്മെൻറ്റഡ് ലിപ്സിന് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ഭയങ്കര ഡൗട്ടുള്ളവർക്ക് ഇതാണ് സാധനം. അപ്പോൾ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് DLC029 ഷെയ്ഡാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് നോക്കാം. ഒരു എന്താ പറയുക ഫങ്ഷന് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്താൽ നല്ലതാവും. സാരി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റെഡും പിങ്ക് ഒക്കെ മിക്സായ ഒരു കളറ്, ചെറീൻ്റെ എന്ന് പറയാനില്ല, ഒരു നല്ലൊരു കളറ്, ആ ഒരു കളറാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ DLC029 ആണ് ഷെയ്ഡ്. കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. അപ്പോൾ DLC004 ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ട്രൈ ചെയ്യാം. ഇതൊരു പിങ്കിഷ് റെഡ് മിക്സ് ചെയ്യാത്ത ഒരു പിങ്ക് കളറ് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അല്ലല്ലേ, എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് മുമ്പത്തെ ഷെയ്ഡായിരുന്നു. ഇത് നോർമൽ ഒരു പിങ്ക് ഷെയ്ഡ് തരുന്ന, പിങ്ക് കളർ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഇടാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് DLC004. ഓക്കെ, ഇനി അടുത്തത് 2 കൂടി ഉണ്ട്, അതും കൂടെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് DLC030 ആണ്. ഇത് റെഡിഷ് കളർ തന്നെയാണ്, ഭയങ്കര റെഡ് അല്ല. പൊതുവെ എനിക്ക് ഭയങ്കര റെഡ് ഇടുന്ന ഇഷ്ടമല്ല, എൻ്റെ ഫേസിന് ചേരില്ല. ഇതും കൂടെ ട്രൈ ചെയ്യാം. ഇതൊരു ഭയങ്കര റെഡ് അല്ല ഞാൻ പറഞ്ഞത്, എന്താ പറയുക
ഒരു നല്ല റെഡ്, ബ്രൗൺ മിക്സ് ആയിട്ട് അങ്ങനത്തെ റെഡ് അല്ലേ, അതാണ് എനിക്ക് ഫീൽ ആയത്. എനിക്കിത് നല്ല ഇഷ്ടമായി. സിമ്പിൾ ചുടി അങ്ങനത്തെ ഒക്കെ ഇടുമ്പോൾ ഇതിട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഫൈനലി 5th ഷെയ്ഡാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോണത്. DLC032 എന്നുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. മായ്ച്ച് എല്ലായിടത്തും റെഡിഷും കാര്യങ്ങളൊക്കെ വന്നു. ഇത് നല്ലൊരു കളറാണ്. ഇതൊരു പിഗ്മെന്റഡ് ലിപ്സ് ആയതുകൊണ്ട് ലൈറ്റ് ഷെയ്ഡായിരുന്നു, അത് ഡാർക്കായിട്ട് വിസിബിളായിട്ട് കാണുന്നുണ്ട്. ഇത് ലൈറ്റർ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ലുണ്ട്, നല്ല ഭംഗിയുണ്ട്. സാധാ അതായത് ജീൻസൊക്കെ വെയർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇടാൻ പറ്റിയൊരു സാധനമാണ്. പക്ഷെ എനിക്ക് ഇതിനേക്കാളും എല്ലാത്തിനേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടമായത് DLC025 ആണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഷെയ്ഡ് നോർമലി എനിക്ക് നല്ല ഇഷ്ടമായി. എന്താ പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്, പിന്നെ അഫോർഡബിൾ ആണ്, അതാണ് മെയിൻ. നമ്മൾ 400 റുപ്പീസിനൊക്കെ വാങ്ങിയിട്ട്, ഞാൻ ഒരുപാട് ലാക്മീൻ്റെ 400 റുപ്പീസിനൊക്കെ വാങ്ങിയായിരുന്നു പണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ എനിക്കെന്തോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ഇട്ടാലും വേഗം എന്താ പറയുക പോയി കളയും, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു 5 ഷെയ്ഡാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് DLC025 ആണ്. കുറേ പേർക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം, പക്ഷെ എനിക്ക് ജെന്യൂൺ ആയിട്ട് പറയാനുള്ളത് DLC025 അങ്ങനെ നമ്മൾ ഡള്ളാക്കോ കാര്യങ്ങളൊന്നും അല്ല. നല്ല ഭംഗി ഉണ്ടാവും അതിട്ട് കഴിഞ്ഞാൽ. ഒരു എന്താ പറയുക, ഭയങ്കര ലുക്ക് തോന്നില്ല മുഖത്ത്, ഭയങ്കര മേക്കപ്പ് ഇട്ട പോലെ തോന്നില്ല. പക്ഷെ ബാക്കിയുള്ള ഷെയ്ഡ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് മേക്കപ്പ് ഒരുപാടുള്ള പോലെ തോന്നും. ചുണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക വിസിബിളായിട്ട് അറിയും. പക്ഷേ DLC025 ഒന്നും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 5 ഷെയ്ഡും എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അഫോർഡബിളും ആണ്. കുറേ അതായത് മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ എല്ലാത്തിലും റേറ്റ് വേരിയേഷനും ഉണ്ട്. 180, 190, 200 അങ്ങനെ ഒരുപാട് വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. എങ്ങനെയും എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. അടിപൊളിയായിട്ടുള്ള ഒരു 5 ഷെയ്ഡ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഐലൈനർ ആണെങ്കിലും ശരി നല്ല ഭംഗിയുണ്ട്. അത് മെയിൻ അടിയിൽ വരയ്ക്കാൻ, പിന്നെ ഈ വാലൊക്കെ ഇടുന്നവർക്ക് പറ്റിയൊരു സാധനമാണ്. ബിക്കോസ് മറ്റേ 40-50 റുപ്പീസിൻ്റെ ഇതിൽ വാല് വരയ്ക്കാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇതെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടേ ഇല്ലാത്തൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ഷെയ്ഡ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ആ ഒരു ഷോർട്സ് നിങ്ങളെല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ.